പാർലമെന്റിൽ 16 മണിക്കൂർ നീണ്ട ചർച്ച, ഓപ്പറേഷൻ സിന്ദൂർ. ഇതിനകത്തൂടെ ഈ തരൂര് വേറൊരു ഓപ്പറേഷൻ നടത്തി അവിടെ കോൺഗ്രസിനെ ഒന്നുകൂടെ വെട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. സത്യമാണ്. പക്ഷേ വിജയനാഥ് പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നു. വെട്ടിലാക്കിയല്ല, അദ്ദേഹം സത്യം പറഞ്ഞു. സത്യം പറയുമ്പോൾ കോൺഗ്രസ് വെട്ടിലാവും. എന്തുകൊണ്ട്? അവരസത്യം മാത്രമേ പറയാറുള്ളൂ, അസത്യം മാത്രമേ കാണിക്കാറുള്ളൂ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സംഘവും അദ്ദേഹത്തിൻ്റെ കൂട്ടറയും അവരുടെ ശിഷ്യന്മാരും ആരാധകരത് വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, കൊനേരു ഹംപിയുടെ ചെസ് കളി ആയാലും ശരി, ശുഭ്മാൻ ഗില്ലിൻ്റെ ക്രിക്കറ്റ് ആയാലും ശരി, നമ്മളെന്താണ് ആ കളിയിൽ കാണുന്നത്? ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ അവരുടെ പെർഫോമൻസ്, അതിൻ്റെ വീഴ്ചകളല്ല നമ്മൾ കാണുക. സ്വാഭാവികമായിട്ടും എതിരാളികളുടെ വീഴ്ചകളാണ് നമ്മൾ കാണുക. ഇംഗ്ലണ്ടിനെ തറപറ്റിച്ചു എന്നാണ് നമ്മൾ ക്യാപ്ഷൻസ് പത്രങ്ങളിൽ കൊടുക്കാറുള്ളത്. കാരണം നമ്മുടെ അഭിമാന സ്തംഭങ്ങളാണ് ശുഭ്മാൻ ഗില്ലിനെ പോലുള്ള കളിക്കാർ. സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും രാഹുൽ ദ്രാവിഡ് ആയാലും ശരി തന്നെ, ഗുണ്ടപ്പ വിശ്വനാഥ് ആയാലും തന്നെ. അവരുടെ പോസിറ്റീവ് സൈഡ്, ഗുണ്ടപ്പ വിശ്വനാഥിൻ്റെ സ്ക്വയർ കട്ട് എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമാണ്. അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നിരിക്കെ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ സൈന്യത്തിന് എന്തെല്ലാം വീഴ്ചകൾ പറ്റി എന്നുള്ള ചോദ്യം ആദ്യം മുതൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, യശസ്വിയാണ് രാഹുൽ ഗാന്ധി. നോക്കൂ, കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത് തകർന്നു തരിപ്പണമായി വേസ്റ്റ് കൊട്ടയിലേക്ക്, ഡസ്റ്റ് ബിന്നിലേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ ഡോൺ പത്രത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിൽ ഏറ്റവും അധികം പോപ്പുലാരിറ്റി റേറ്റിംഗ് ഉള്ള ആളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. അവിടെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഷഹബാസ് ഷറീഫ് കൂടാതെ ക്രിക്കറ്റ് താരമുണ്ടല്ലോ ഇമ്രാൻഖാൻ, അവരും കൂടി ഏറ്റുമുട്ടുകയാണെന്ന് വെച്ചു. അല്ലെങ്കിൽ ഇമ്രാൻഖാൻ ഡയറക്റ്റ് ഫൈറ്റ് വിത്ത് രാഹുൽ ഗാന്ധി. ആര് ജയിക്കുന്ന സങ്കല്പമാണ്, ഒരു സങ്കല്പം മാത്രം പറയുക, ഹൈപ്പോത്തീസിസാണ്. അപ്പോൾ വിജയനാഥിൻ്റെ വിചാരം ആരവിടെ ജയിക്കുമെന്നാണ്? ഇമ്രാൻഖാനും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാകിസ്ഥാനിൽ മത്സരിച്ചാൽ പോട്ടെ, നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ മാർഷൽ, ആ പട്ടാളത്തിൻ്റെ ഒരു മാർഷൽ സ്ഥാനം കിട്ടിയ ആളുണ്ടല്ലോ, അദ്ദേഹവും കൂടി ഉണ്ടെന്ന് വയ്ക്കുക. നമ്മുടെ യുദ്ധം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ആ മഹാനും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആരായിരിക്കും ജയിക്കുക? രാഹുൽ ഗാന്ധിക്കായിരിക്കും. രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ, 3-2 ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇനി അങ്ങനൊരു ജയം അദ്ദേഹത്തിന് കൈവരിക്കാൻ കഴിയില്ല ഒരിക്കലും. ഇത്രയും സീറ്റുകൾ നോക്കിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ പോലും നേടാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവാകാൻ പോലും കഴിയാത്തിടത്ത് പാകിസ്ഥാനിൽ അദ്ദേഹം യശസ്വിയാണ്, വളരെ പ്രശസ്തനാണ്. ഏറ്റവും അധികം പാകിസ്ഥാനികൾ ഇഷ്ടപ്പെടുന്ന, ഡോൺ പത്രം ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ഇതിനൊക്കെ പിന്നിൽ വമ്പിച്ച കച്ചവടം കൊണ്ടൊരു വിജയനാഥ്. ഇത് നാമിങ്ങറിയുന്നത് അല്പം, എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഗാന്ധി പറഞ്ഞതുപോലെ ഗാന്ധി കുടുംബത്തിന് മാത്രം അറിയാവുന്ന സത്യങ്ങളാണിത്. കണ്ടോ, കഴിഞ്ഞ ദിവസവും റിപ്പബ്ലിക് ചാനൽ പുറത്തുവിട്ടു. സോണിയാഗാന്ധി അവിടെ നിൽക്കുന്നു, സോണിയാഗാന്ധിയുടെ മുമ്പിലിരുന്ന് ഷീ ജിൻപിങ്ങുമായിട്ട് രാഹുൽ ഗാന്ധി കരാറിൽ ഇങ്ങനെ ഒപ്പിടുന്ന ചിത്രം കാരണം ഇപ്പോൾ നമ്മുടെ ഈ സൈബർ സ്പേസിലും അത് ലഭ്യമാണിപ്പോൾ. നോക്കൂ, എന്ത് കരാറാണ് ഒപ്പിട്ടത് ഇന്ന് വരെ ആ കുടുംബം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഈ വാചകം അടിക്കുകയും ഇപ്പോൾ കന്യാസ്ത്രീകളെ കാണാൻ അവരുടെ വീട് സന്ദർശിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ്സുകാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം രാജ്യം അറിയാൻ പാടില്ലാത്ത എന്തോ രഹസ്യ കരാറാണ് അവിടെ ഒപ്പുവെച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നില്ല ഇന്ത്യയിലെ രഹസ്യ പാകിസ്ഥാനുമായും കാണും കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്നില്ല. ചാനൽ എന്നുള്ള ഉത്തരവാദിത്തമുള്ള ചാനൽ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിന് പിന്തുണ ചൈനയും ഉണ്ടായിരുന്നു എന്നുള്ള ചില തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടെന്നല്ല, അത് വന്നുകൊണ്ടേയിരിക്കുന്നു. പാർലമെന്റിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചൊരു ചർച്ച എന്തുകൊണ്ട് വന്നു? ഇന്ത്യയെ ചൈന തോൽപ്പിച്ച് തിരിച്ചോടിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഏതാണ്ട് കേരളത്തിൻ്റെ ഇരട്ടി സ്ഥലം അവർ കയ്യേറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ചൈന അവരുടേതെന്നും ഇന്ത്യ അവരുടേതെന്നും പറയുന്ന ഭൂമി എന്ന് EMS വിശേഷിപ്പിച്ച ഒരു തർക്കഭൂമിയുടെ പേരിൽ നിന്നുണ്ടായ യുദ്ധം, ആ യുദ്ധത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊരു ചർച്ച പാർലമെൻറ്റിൻ്റെ റെക്കോർഡുകൾ ഇന്ന് വരെ വിജയനാഥൻ ഒന്ന് കാണിച്ചു തരാമോ? ഇല്ല, ഒരു രാജ്യവും അങ്ങനെ ചർച്ച ചെയ്യില്ല. കാരണം അത് യുദ്ധമാണ്. അത് അതീവ രഹസ്യമായിട്ട് യുദ്ധത്തിന് ഒരു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താറുണ്ട്.
ഇത് യുദ്ധമല്ലാത്തതുകൊണ്ട് അടിയന്തരാവസ്ഥ വന്നില്ല. യുദ്ധകാലത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താറുണ്ട്, രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താറുണ്ട്. കാരണം അതൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല, കാരണം രഹസ്യങ്ങളാണ്. ഈ രാജ്യം ശത്രു രാജ്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അടുത്ത യുദ്ധം നടത്തുമ്പോൾ അത് പാരയാകും. പാര എന്നുള്ള വാക്ക്, ഈ പാരയാണ് രാഹുൽ ഗാന്ധി ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അത് ആദ്യത്തെ ദിവസം തന്നെ ചില സത്യങ്ങൾ പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞു നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒന്ന്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിക്കാനുള്ള ഒരു പരീക്ഷണമായിരുന്നു. വെറും 222 മിനിറ്റ് കൊണ്ട് നമ്മൾ പാകിസ്ഥാനിലെ 9 ഭീകര താവളങ്ങളും അതുപോലെ തന്നെ 11 ഭീകരത്താവളങ്ങളും അതുപോലെ തന്നെ 101 എന്നുള്ള കണക്കാണ് പറഞ്ഞത് ഭീകരന്മാരെയും വകവരുത്തി. പാകിസ്ഥാൻ ഞെട്ടിത്തരിച്ചു. പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും പിൻബലമുള്ള ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ട് അത് പാളി. അത് മറ്റൊരു പരീക്ഷണമായിരുന്നു. ചൈനയുടെയും തുർക്കിയുടെയും പ്രതിരോധ കമാൻഡുകൾക്ക് ശക്തിയില്ലെന്നും തെളിയിച്ച ഒരു പരീക്ഷണമായിരുന്നു അത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, രാഹുൽ ഗാന്ധി ചോദിച്ചു അമേരിക്ക ഇടപെട്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആമിൽ ബേബി എന്ന് പറയുന്ന പപ്പു എന്നുള്ള പേര് പപ്പുവിന്, കുതിരവട്ടം പപ്പുവിന് പോലും അപമാനമാണ്. അതിനേക്കാൾ കഷ്ടമാണ് ഇയാളുടെ ചോദ്യം. ചോദിച്ചുകൊണ്ട് ഇന്ത്യക്ക് എന്ത്, അതാണ് ഞാൻ പറഞ്ഞത്. ടെണ്ടുൽക്കർ ഒരു കളി കളിച്ചാൽ അദ്ദേഹം എന്ത് നേടിയെന്നുള്ളതല്ലേ നോക്കുന്നത് നമ്മൾ എപ്പോഴും നോക്കുക. പക്ഷേ ഇത് എന്ത് കോട്ടം ഇന്ത്യക്ക് സംഭവിച്ചു, എന്തിനാണിതെന്നറിയാമോ? ഈ കോട്ടങ്ങൾ എണ്ണി നിരത്തി പാക് സേനയ്ക്ക് ആ പ്രചോദനം കൊടുക്കാൻ, ചൈനീസ് സൈന്യത്തിന് പ്രചോദനം കൊടുക്കാൻ, തുർക്കിയുടെ പ്രതിരോധ നിർമ്മാതാക്കൾക്ക് പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വേദിയായിട്ട് പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം. ഞാൻ അതാണ് ഉദ്ദേശമെന്ന് പറഞ്ഞാൽ പക്ഷേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വിജയനാഥ്. യുദ്ധമെന്ന് പറയുന്നത് വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട്. ചോദ്യോത്തര വേള പോലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താ? ഇന്ത്യയുടെ നേട്ടങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ അറിഞ്ഞു പോകുമെന്ന് പറയുന്ന ഭീതി. പിന്നെ എന്തെല്ലാം ഉടായിപ്പുകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുക, സുപ്രീം കോടതിയെ അപമാനിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ കള്ളവോട്ടുകൾ ഇല്ലാതായപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിനുവേണ്ടി കൂടിയായിരുന്നു ഇവർ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം രാജ്യദ്രോഹത്തിൻ്റെ സീമകൾ പോലും, ലക്ഷ്മണ രേഖകൾ പോലും ലംഘിച്ചുകൊണ്ടുള്ള പാർലമെൻ്ററി പ്രവർത്തനമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ടാണോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇദ്ദേഹം പാർലമെൻറ്റിൽ പറഞ്ഞതാണ് പാകിസ്ഥാനിലെ പത്രങ്ങളെല്ലാം കൊണ്ടാടിയത്. രാജ്നാഥ് സിംഗ് പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞത് അമേരിക്ക ഇടപെട്ടു എന്നാണ്. അത് കൃത്യമായിട്ട് രാജ്നാഥ് സിംഗ് അതിന് ഉത്തരം കൊടുത്തു. ഒരു രാജ്യത്തിൻ്റെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ്റെ പട്ടാള മാർഷലിന് തന്നെ ഇന്ത്യൻ സൈന്യത്തോട് ഇരക്കേണ്ടി വന്നു ഈ യുദ്ധം ഒന്ന് നിർത്താൻ. ഒരു ഇടപെടലും ഉണ്ടായിട്ട്. ഇതിന് ഒരു കൗണ്ടറും കൂടെ പറയാം. ട്രംപ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും മാത്രമല്ല, ഞാൻ 4-5 രാജ്യങ്ങളിലെ യുദ്ധം ഇല്ലാതാക്കിയിട്ടുണ്ട്, ഞങ്ങളുമായിട്ടുള്ള കരാർ ഇല്ലാതാക്കും. ഇതൊരു ഭീഷണിയായി. കരാറില്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളങ്ങ് ചുരുളും. ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. മൻമോഹൻ സിംഗിൻ്റെ കാലത്തായാലും ശരി, ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും ശരി, ഏറ്റവും ഒടുവിൽ മോദിയുടെ കാലത്തായാലും ശരി, അതിന് വഴങ്ങിയിട്ടില്ല. നമുക്കറിയാമല്ലോ, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയ ഞങ്ങൾ ഉടനെ ഉപരോധമെല്ലാം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങാതിരുന്നിട്ടുണ്ടോ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അതുപോലെ തന്നെ വാജ്പേയിയുടെ കാലത്ത്, പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മൾ പൊക്രാനിൽ 2ാമത്തെ അണുബോംബ് അവിടെ പൊട്ടിച്ചു. അമേരിക്ക നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് എന്ത് കുന്തം സംഭവിച്ചു? ഇന്ത്യക്ക് ഒരു കുന്തവും സംഭവിച്ചില്ല. അതുപോലെ ക്രയോജനിക് എഞ്ചിൻ VSSC ISRO വികസിപ്പിച്ചപ്പോൾ പോലും അവർ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടാവണം ഇന്ത്യക്ക് എന്ത് കുന്തം സംഭവിച്ചു. അങ്ങനെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയാൽ തകരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയല്ല ഇന്ത്യയുടേത് എന്ന് വിവരമില്ലാത്ത ഒരു പൊട്ടനാണ് അമേരിക്കയും ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേ അദ്ദേഹം ഇരിക്കുന്നത്. നൊബേൽ സമ്മാനത്തിനുള്ള ശുപാർശകളാണിതൊക്കെ. അദ്ദേഹം നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള കിട്ടും, അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, വാങ്ങിച്ചോട്ടെ. പക്ഷേ അത് ഇന്ത്യയുടെ ചെലവിൽ വേണ്ട എന്ന് രാജ്നാഥ് സിംഗ് പാർലമെൻറ്റിൽ പറഞ്ഞു. ഈ കാര്യം നമ്മൾ ഓർക്കണം. പാർലമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് റെക്കോർഡിൽ പോകുന്ന കാര്യങ്ങളാണ്.
ആ റെക്കോർഡിൽ പോകുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ആ മന്ത്രി രാഷ്ട്രീയ വനവാസത്തിലായിരിക്കും, അങ്ങനെ തെറ്റാണ് പറഞ്ഞതെങ്കിൽ. അപ്പോൾ ഇത്ര ധൈര്യമായിട്ട് പറയണമെങ്കിൽ, ആദ്യത്തെ ദിവസം തന്നെ പറയണമെങ്കിൽ ഇന്ത്യ പറയുന്നതാണ് സത്യം. ഇന്ത്യ പറയും. പക്ഷേ ട്രംപ് എന്ന് പറയുന്ന ആൾ പത്രക്കാർക്ക് മുമ്പിലല്ലാതെ അമേരിക്കയുടെ കോൺഗ്രസിലോ സെനറ്റിലോ ഇന്നുവരെ ഞാനാണ് യുദ്ധം നിർത്തിയതെന്ന് പറഞ്ഞിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.